dears, Nishi's kitchen vlogsലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ പായസാണ്. ചക്കയും മാങ്ങയും ഈന്തപ്പഴവും കൂടിയിട്ടുള്ള ഒരു പ്രഥമൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എനിക്ക് ആദ്യം നാട്ടിൽ നിന്ന് വന്ന നല്ല സൂപ്പർ ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക കൊണ്ട് ഒരുപാട് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പായസം നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈന്തപ്പഴത്തിന്റെ സീസൺ ആണിപ്പം. കുറച്ച് ഫ്രഷ് ഈന്തപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ കൂടെ ഒരു മാങ്ങയും കൂടെ ചേർത്ത് ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനി ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് വരാം. ചക്ക അതിന്റെ കുരുവെല്ലാം മാറ്റി മുറിച്ചെടുക്കുക, മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചെടുക്കുക, ഈന്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞ് ഉടച്ചെടുക്കുക. ഇത് ഫ്രഷ് ഈന്തപ്പഴം ആയതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ ഈസിയാണ്. നേരത്തെ കാണിച്ച ചക്കയിൽ നിന്ന് പകുതി ചുളയെടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ മാങ്ങയും പകുതി എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം പഴുത്ത ഈന്തപ്പഴം മാത്രം നോക്കിയിട്ട് കുരു കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ മാങ്ങ മുറിച്ചതും കൂടെ ചേർക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇപ്പോ ചക്കയും മാങ്ങയും വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവും. ഞാനിപ്പോ ഇത് അടച്ച് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയമായിട്ടുണ്ടാവുമല്ലോ. ഇടക്ക് ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനി ഒരു തവി കൊണ്ട് ഇളക്കി ചെറുതായി ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നേരത്തെ ഉടച്ചു വെച്ച ഈന്തപ്പഴം കൂടെ ചേർക്കാം. ഈന്തപ്പഴം അധികം ഉണ്ടെങ്കിൽ അധികം എടുക്കാം. അതിനടുത്ത് ഈന്തപ്പഴം കുറെ ഉണ്ട്, പഴുത്തത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര പഴം എടുത്തത്. ഇതിനി ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് വരട്ടിയെടുക്കാം. ഇപ്പോ ഇത് ഇളക്കി വരട്ടാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇത് കുറച്ചും കൂടെ അധികം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഞാനിപ്പോൾ എടുത്തത് ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര ഉണ്ടാവും. ഈ ചക്കയും മാങ്ങയും വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ടും ഉണ്ടാക്കാം. ഇത് ഞാൻ ഇതിന്റെ കഷ്ണം കടിക്കാൻ വേണ്ടിട്ട് ഇപ്പം അരക്കാണ്ട് ഇങ്ങനെ വഴറ്റിട്ടാക്കുന്നത്. ഇതിന് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇതിപ്പം 2 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും തിളപ്പിക്കാം. ഈ പായസത്തിന് അത്ര കട്ടി വേണ്ടി നോക്കിയിട്ട് അതിന് കണക്കായിട്ട് തേങ്ങാപ്പാലിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോ 2ാം പാല് ചേർത്തിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് തേങ്ങയുടെ 1ാം പാല് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു 2 നുള്ളി ജീരകം വറുത്ത് പൊടിച്ചത് കൂടെ ചേർക്കാം. ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. 1ാം പാല് ചേർത്താൽ അധികം തിളക്കാൻ പാടില്ല. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇതിന് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർക്കാം. പായസം ഞാൻ വേറെ ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടാൻ വേണ്ടി അടുപ്പത്തൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്നിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. ഇപ്പോ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പായസത്തിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റില് ചക്കയും മാങ്ങയും ഈന്തപ്പഴവും കൂടിയിട്ടുള്ള പായസം റെഡിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.